ഹരേ കൃഷ്ണ. പ്രപഞ്ചനാഥനായ മഹാവിഷ്ണു ധർമ്മസംരക്ഷണത്തിനായി ഭൂമിയിലെടുത്ത 10 അത്ഭുത അവതാരങ്ങൾ, അതാണ് ദശാവതാരങ്ങൾ. പ്രളയത്തിലെ മത്സ്യത്തിൽ തുടങ്ങി കലിയുഗത്തിലെ കൽക്കി വരെയുള്ള ആ 10 അവതാരങ്ങളിൽ ഒന്നാമത്തത് മത്സ്യാവതാരമാണ്. പ്രളയകാലത്ത് ഭൂമിയെയും വേദങ്ങളെയും ഒരു വലിയ മത്സ്യത്തിന്റെ രൂപത്തിൽ വന്ന് ഭഗവാൻ സംരക്ഷിച്ചു. രണ്ടാമത്തതാണ് കൂർമ്മം അഥവാ ആമയുടെ അവതാരം. ദേവാസുരന്മാർ പാൽക്കടൽ കടഞ്ഞപ്പോൾ താഴ്ന്നുപോയ മന്ദരപർവ്വതത്തെ ഭഗവാൻ ആമയുടെ രൂപത്തിൽ വന്ന് തന്റെ പുറത്ത് താങ്ങി നിർത്തി. മൂന്നാമത്തത് വരാഹ അവതാരാണ്. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ കടലിനടിയിൽ ഒളിപ്പിച്ചപ്പോൾ വരാഹ രൂപമെടുത്ത് ഭഗവാൻ ഭൂമിയെ തന്റെ കൊമ്പുകളിൽ ഉയർത്തി രക്ഷിച്ചു. നാലാമത്തത് നരസിംഹാവതാരം. പകുതി മനുഷ്യനും പകുതി സിംഹവുമായ രൂപം. ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുവാനും അഹങ്കാരിയായ ഹിരണ്യകശുവിനെ വധിക്കുവാനുമാണ് ഭഗവാൻ ഈ രൂപമെടുത്തത്. അഞ്ചാമത്തത് വാമനാവതാരം. മഹാവിഷ്ണുവിന്റെ ആദ്യത്തെ മനുഷ്യരൂപം. ഒരു കുറിയ ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന് മഹാബലി ചക്രവർത്തിയുടെ അഹങ്കാരം തീർത്ത് 3 അടി മണ്ണളന്ന് ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിച്ചു. ആറാമത്തെ അവതാരമാണ് പരശുരാമൻ. കയ്യിൽ കോടാലി ഏന്തിയ മുനിശ്രേഷ്ഠൻ. ഭൂമിയിൽ അഹങ്കാരികളായ ക്ഷത്രിയ രാജാക്കന്മാരുടെ ആക്രമം അവസാനിപ്പിക്കാനാണ് ഭഗവാൻ അവതരിച്ചത്. ഏഴാമത്തെ ശ്രീരാമ അവതാരമാണ്. ത്രേതായുഗത്തിലെ ശ്രീരാമ അവതാരം മര്യാദ പുരുഷോത്തമനായ രാമൻ അധർമ്മിയായ രാവണനെ വധിക്കുകയും ലോകത്തിന് ധർമ്മത്തിന്റെ വഴി കാണിച്ചു തരികയും ചെയ്തു. എട്ടാമത്തത് ശ്രീകൃഷ്ണ അവതാരം. ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണ അവതാരം ലീലകളിലൂടെയും ഗീതോപദേശങ്ങളിലൂടെയും ലോകത്തെ നയിച്ച ഭഗവാൻ കംസനെയും ശിശുപാലനെയും വധിക്കുകയും മഹാഭാരത യുദ്ധത്തിൽ ധർമ്മത്തെ വിജയിപ്പിക്കുകയും ചെയ്തു. 9ാമത്തെ അവതാരം ബുദ്ധാവതാരമാണ്. ലോകത്തിൽ അഹിംസയും സമാധാനവും കരുണയും വളർത്താൻ വേണ്ടിയാണ് ഭഗവാൻ ബുദ്ധനായി അവതരിച്ചത്. 10ാമത്തെ അവതാരമാണ് കൽക്കി അവതാരം. ഇത് ഭഗവാന്റെ വരാനിരിക്കുന്ന അവതാരമാണ്. വെള്ളത്തിലെ മത്സ്യത്തിൽ തുടങ്ങി കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആമയായും മൃഗമായ വരാഹമായും പകുതി മൃഗവും പകുതി മനുഷ്യനുമായ നരസിംഹമായും ഒടുവിൽ മനുഷ്യനായും മാറിയ ജീവന്റെ പരിണാമ ചരിത്രമാണ് ദശാവതാരം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.